അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ 10ലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രാർത്ഥന നടത്തുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് ഹംദ് ചൊല്ലിക്കൊണ്ട് തുടങ്ങൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കലൊക്കെ പ്രാർത്ഥനയുടെ സുന്നത്താണ്. അതേപോലെ തന്നെയാണ് ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ആമീനൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥന എന്താവേണ്ടത്, അവസാനിപ്പിക്കേണ്ടത്. അതും പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമാമിൻ്റെ ദുആ കേട്ടാൽ എന്താവണം, നമ്മൾ ആമീൻ പറയണം. ഇനി ദുആ കേൾക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, സ്വന്തമായിക്കൊണ്ട് ദുആ ചെയ്യണമെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അതെപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കൈകളൊക്കെ ശുദ്ധിയുള്ള കൈകളാണെങ്കിൽ എന്താവണം, അത് ചുമലിന് നേരെ ഉയർത്തണം. ഇനി നജസുണ്ടെങ്കിൽ എന്താവണം, ചുമലിന് നേരെ ഉയർത്തൽ കറാഹത്തുമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതീവ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താവണം, ദുആ ചെയ്യുന്നതെങ്കിൽ കൈകളൊക്കെ നന്നായിട്ട് ചുമലിനേക്കാൾ അപ്പുറം ഉയർത്തിക്കൊണ്ട് എന്താവണം ദ്വാരക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഗൗരവ വിഷയമാണെങ്കിൽ തന്റെ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണുന്നത് വരെ ഉയർത്താമെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട്, അതുപോലെ തന്നെ ആമീൻ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ എന്തുണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. ദുആയിന് ശേഷം ഇരു കൈകൾ എന്താവണം, മുഖം തടവലും പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ എന്താവണം, പ്രത്യേകം പാലിച്ചുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ പ്രാർത്ഥനകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.